ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ മായാവില്ലയിൽ പോവാനായിട്ട് പോവാണ്. അപ്പം മഴ കുറച്ച് മാറി നിന്നു കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. അപ്പം മായാവില്ലയെക്കുറിച്ച് പറയാം. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, വളരെ മനോഹരമായ പഴമയുടെ നമ്മുടെ രാജകുടുംബത്തിലോട്ട് ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വിസ്മയ ലോകമെന്ന് തന്നെ പറയാം. എല്ലാവരും പോയി അത് കാണണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമുക്ക് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടേബിൾ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് അവിടെ പോകാവുന്നതാണ്. ഡയറക്ഷനും ഗൂഗിളിൽ തന്നെ കിട്ടും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ ഫുഡ് നല്ല കോസ്റ്റ്ലിയാണ്. കൂടുതലും ഫോറിനേഴ്സാണ് അവിടെ വരുന്നത്. കാരണം നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മളെക്കാളും ഫോറിനേഴ്സിനാണല്ലോ ഇഷ്ടവും അതറിയാനും വേണ്ടി വരുന്ന അവരാണല്ലോ. അപ്പം അതനുസരിച്ച് മെനുവാണ് അവരവിടെ ഇട്ടിരിക്കുന്നത്. എങ്കിലും സ്പൈസി ഫുഡെല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. സാധാരണക്കാരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല കോസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല, സെലക്ട് ചെയ്ത് കഴിക്കാം. എല്ലാം ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ഓർഡർ ചെയ്താൽ മതി. ഫുഡിൻ്റെ പ്രാധാന്യത്തിനേക്കാളും അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് നമ്മൾ വീട്ടിൽ വന്നാലും അവിടുത്തെ ഹാങ് ഓവർ മാറില്ല. സത്യമാണ്, ഞാൻ എക്സാജറേഷൻ ചെയ്ത് പറയുന്നതല്ല. അവിടെ അവരുടെ ഒരുപാട് ട്രഡീഷൻസിനെ കുറിച്ചും ഇതിൻ്റെ ഈ മായാവില്ലയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത് പോകണം. 3 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസ് എടുത്ത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഈ ഓണം, വിഷു അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അവിടെ ചെന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല ഒരു ആംബിയൻസാണ്. പിന്നെ പഴയകാല പാത്രങ്ങൾ, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാത്റൂമായിരുന്നു. സത്യം പറയാതെ വയ്യ. പക്ഷെ ബാത്റൂമിലൊന്നും ക്യാമറ കൊണ്ടുപോയി എടുക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5:30 ടൈമിനാണ് ടേബിൾ ബുക്ക് ചെയ്ത് പോയത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് മതിയായില്ല. സത്യം പറയാലോ, അവിടെ കാഴ്ചകളുടെ ഒരു അതിപ്രസരം തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ, പ്രത്യേകിച്ച് എഴുത്തുകാരികൾ, കലാകാരന്മാർ ഒക്കെ, പിന്നെ അതൊക്കെ ഈ പ്രകൃതിയോട് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ പോകണം കേട്ടോ. ഫുഡ് കഴിക്കാൻ പുറത്ത് ഔട്ട്ഡോറായിട്ട് 2 സൈഡിലും ഇതുപോലെ വാട്ടർഫാൾസും മീനും എല്ലാം ഇങ്ങനെ ലോട്ടസിൻ്റെ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ മീൻ. നമ്മളിങ്ങനെ കൈയൊക്കെ വെള്ളത്തിലിടുമ്പോൾ എല്ലാം ഇങ്ങനെ ഓടി വരും. അങ്ങനെ ഫീഡിങ് ഒന്നും അവിടെ കണ്ടില്ല. ഫീഡ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലൊക്കെയാണ് പുറത്തുള്ള റൂം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ചെമ്പക മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ചുറ്റുപാടും. പിന്നെ അതിനകത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റ് ആംബിയൻസ് ഒരു രക്ഷയില്ല. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, പക്ഷെ അതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള ക്യാമറാസ് വേണം. അത് പ്രൊഫഷണലായിട്ടുള്ളവർക്കല്ലേ. ഞാനിത് വെറും ഞാനൊരു വീട്ടമ്മയല്ലേ, മൊബൈലിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ആണ്. ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ. ഓരോ സ്ഥലവും നമുക്ക് ഓർമ്മകളാണ്. ആ ഒരു കാലഘട്ടവും അല്ലേ, ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം
അങ്ങനെ ഓർമ്മകൾ. അപ്പം ഞാൻ വീട്ടിൽ വന്ന് കണ്ണടച്ചിട്ട് പോലും എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസാണ് എൻ്റെ കണ്ണുകളിലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്രത്തോളം മനോഹരമായിരിക്കും ആ സ്ഥലം എന്ന്, എത്രത്തോളം എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്ര വളരെ മനോഹരമായ, നമ്മൾ ഈ സ്വപ്നം ഒക്കെ കാണില്ലേ, അതുപോലെയുള്ളൊരു സ്ഥലമാണ്. മനസ്സിന് നല്ല കുളിർമ കാഴ്ചകളൊക്കെ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ നൈറ്റ് വ്യൂ ആണ് ഭയങ്കര സംഭവം. അത് അവരുടെ ഈ ഓരോ വെള്ളത്തിനടിയിൽ വരെ അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ബാത്റൂമിലൊന്ന് ഫുഡ് കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് കയറിയതാണ്. പക്ഷേ ഇരുട്ടായിപ്പോയി. അതിനകത്ത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഓട്ടുരുളി എന്നൊക്കെ പറയില്ല, ഓട്ടുരുളിയിൽ അതാണ് അവരുടെ വാഷ് ബേസ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് അവർ വെള്ളം പോകാനുള്ള ആ ഒരു സിങ്ക് പോലെയുള്ള സെറ്റ് ചെയ്തിട്ട്, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ലൈറ്റ് പോയി. ആ സമയമൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടായി. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പൈപ്പിൻ്റെ ടാപ്പ് എന്ന് പറയുന്നത് ചിരട്ടയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പുതുമയും ഒരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ കൾച്ചറും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര പഴയ സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ വക്ക് പൊട്ടിയ ഈ കൂജ അങ്ങനത്തെ സാധനങ്ങൾ, ചട്ടികൾ, അതെല്ലാം നമ്മളെടുത്ത് കളയല്ലേ ചെയ്യണം. ഇവരത് എടുത്തുകൊണ്ട് വന്ന് പെയിൻറ്റ് ചെയ്ത് എത്ര മനോഹരമായി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കിയാൽ എല്ലാം പഴയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ടേസ്റ്റ് സൂപ്പറാണ്, അതുപോലെ കോസ്റ്റ്ലിയാണ്. ഇതൊക്കെയാണ് നൈറ്റ് ആംബിയൻസ്. ഫുൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളുണ്ട്. തീർച്ചയായിട്ടും ആ ചുറ്റ് വിളക്ക് പോലെ ഒരു അമ്പലം ഒക്കെ പോലെ ഉള്ള ഒരു പരിശുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത്രയും ചെടികളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഓക്സിജൻ സപ്ലൈയും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോകണം. ശരി, അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.